നമ്മുടെ ദീർഘായുസ്സും ആരോഗ്യവും നമ്മുടെ തീരുമാനങ്ങളെ ആശ്രയിച്ചാണ് നല്ല പങ്കും ഇരിക്കുന്നത്. നല്ല പങ്കും ദൈവം ആയുസ്സിനെ വെട്ടിച്ചുരുക്കിയതുകൊണ്ടല്ല അനേകം മനുഷ്യർ നേരത്തെ മരിക്കുന്നത്. മനുഷ്യൻ ചെയ്യുന്നതിൻ്റെ അഥവാ അവൻ ചെയ്യുന്ന ദോഷത്തിൻ്റെയും ചെയ്യാത്ത നന്മയുടെയും ഫലമായിട്ട് അവന് വന്നു ഭവിക്കുന്ന കാര്യങ്ങൾക്കെല്ലാം ഉത്തരവാദി ദൈവമാണെന്നാണ് മനുഷ്യൻ ധരിക്കുന്നത്. പല മതങ്ങളും അങ്ങനെയാണ് പഠിപ്പിക്കുന്നത്. അങ്ങനെയല്ല. സത്യം ദൈവം പറഞ്ഞിരിക്കുന്നത്, ജീവനും മരണവും ഞാൻ നിൻ്റെ മുമ്പിൽ വച്ചിരിക്കുന്നു. നീ ജീവൻ പ്രാപിക്കേണ്ടതിന്, ദീർഘായുസ് പ്രാപിക്കേണ്ടതിന് നന്മ തിരഞ്ഞെടുക്കുക, ജീവൻ തിരഞ്ഞെടുക്കുക. അപ്പോൾ തിരഞ്ഞെടുപ്പിനുള്ള അവകാശം ഏദൻ തോട്ടത്തിൽ വെച്ച് തന്നെ ദൈവം മനുഷ്യന് നൽകിയിരിക്കുന്നു. നീ അത് ചെയ്യരുത്, ചെയ്താൽ നീ മരിക്കും. പക്ഷേ ചെയ്യണവാനുള്ള സ്വാതന്ത്ര്യം മനുഷ്യന് കൊടുത്തിരിക്കുന്നു. അന്ന് മുതൽ മനുഷ്യൻ തിന്മ തിരഞ്ഞെടുത്ത് ആ ഏക മനുഷ്യൻ്റെ പാപത്താൽ മരണം ലോകത്തിൽ കടന്നു. അങ്ങനെയാണ് മരണം ലോകത്തിൽ കടന്നത്, ദുഃഖം ലോകത്തിൽ കടന്നത്, രോഗവും ശാപവും ലോകത്തിൽ കടന്നത് മനുഷ്യൻ്റെ തെറ്റായ തിരഞ്ഞെടുപ്പ് മൂലമാണ്. മനുഷ്യൻ്റെ തെറ്റായ തിരഞ്ഞെടുപ്പ് മൂലം മരണവും ലോകത്തിൽ കടന്നുവെങ്കിൽ മനുഷ്യൻ്റെ ശരിയായ തിരഞ്ഞെടുപ്പ് മൂലം ജീവൻ പ്രാപിക്കുവാൻ കഴിയും. മനുഷ്യൻ്റെ തെറ്റായ തിരഞ്ഞെടുപ്പ് മൂലം, നിങ്ങളുടെ തെറ്റായ ആരോഗ്യശീലം മൂലം, നിങ്ങളുടെ തെറ്റായ സ്വഭാവ രീതികൾ മൂലം മരണം നിങ്ങളുടെ ശരീരത്തെയും ആത്മാവിനെയും ബാധിക്കുന്നുവെങ്കിൽ ശരിയായ നിങ്ങളുടെ തീരുമാനം നിങ്ങൾക്ക് ആയുസ്സും ആരോഗ്യവും വർദ്ധിപ്പിച്ച് തരുമെന്നുള്ള സത്യം ദൈവവചനത്തിൻ്റെ സത്യമാണ്. അത് നിങ്ങൾ ഇനിയെങ്കിലും മനസ്സിലാക്കിയിരിക്കുക. ദൈവകൽപ്പനയിൽ വാഗ്ദാനം ഉള്ളടക്കം ചെയ്തിരിക്കുന്ന ആദ്യത്തെ കൽപ്പനയാണ് നിനക്ക് ദീർഘായുസ്സുണ്ടാകേണ്ടതിനും നിനക്ക് നന്മ വരേണ്ടതിനും ദീർഘായുസ്സുണ്ടാകേണ്ടതിനും നിൻ്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക എന്നുള്ളത്. അപ്പോൾ നീ അപ്പനെയും അമ്മയെയും ബഹുമാനിച്ചാൽ നിനക്ക് ദീർഘായുസ്സും നന്മയും ഉണ്ടാകുമെന്നുള്ളത്. ഇതിനും ബഹുമാനിച്ചില്ലെങ്കിൽ അതിന് വിപരീതമായി നിനക്ക് തിന്മയും ആയുസ് നിൻ്റെ ചുരുങ്ങിപ്പോവുകയും എന്നുള്ളത് ഒരു കാര്യമാണ്. അപ്പോൾ അതിനെ ആ ഒരു നന്മ വച്ചിരിക്കുന്ന ആ ഒരു മാതാപിതാക്കളെ ബഹുമാനിക്കുക എന്നൊരു കാര്യത്തിലാണ്. അപ്പം ദീർഘായുസ് ആ ഒരു കാര്യത്തിൽ മാത്രമല്ല, അതുപോലെ നമ്മുടെ ദൈനംദിനമായ ഓരോ തിരഞ്ഞെടുപ്പുകളിലും നമ്മളുടെ നന്മ, നമ്മുടെ അനുഗ്രഹം, നമ്മുടെ ആരോഗ്യം, നമ്മുടെ ആയുസ് ഇരിക്കുകയാണ്. നമ്മൾ ചിന്തിക്കുന്നത്, നമ്മുടെ ചിന്ത തന്നെയാണ് ജഡത്തിൻ്റെ ചിന്ത, മരണം, ആത്മാവിൻ്റെ ചിന്ത, ജീവനും സമാധാനവും. നമ്മുടെ ചിന്ത തന്നെയാണ് നമുക്ക് ജീവനും സമാധാനവും തരുന്നത്. നമ്മുടെ ചിന്ത തന്നെയാണ് നമ്മളെ മരണത്തിലേക്ക് നയിക്കുന്നത്. അനേക മനുഷ്യരെയും പിശാച് ദുഷിച്ച ചിന്തകൾ അഥവാ ആകുല ചിന്തകൾ, ഭയത്തിൻ്റെ ചിന്തകൾ കൊടുത്ത് അവരുടെ ജീവിതത്തെ മരവിപ്പിച്ച് അവർ ഡിപ്രഷന് വിധേയരായി പിശാചിനാൽ ഒപ്രഷൻ അനുഭവിച്ചുകൊണ്ട് അവർ പീഡിതരായി ജീവിക്കുകയാണ്. ഇതൊന്നും ദൈവം ആഗ്രഹിക്കുന്നതല്ല. കാര്യം ക്രിസ്തു വന്നത് നിങ്ങൾക്ക് ജീവനുണ്ടാകുവാനും സമൃദ്ധിയായ ജീവനുണ്ടാകുവാനുമാണ്. എന്നാൽ പിശാച്, കള്ളൻ വരുന്നത് മോഷ്ടിക്കുവാനും കൊല്ലുവാനും നശിപ്പിക്കുവാനുമാണ്. തിരഞ്ഞെടുക്കേണ്ടത് നിങ്ങളാണ്. ശരിയായ തീരുമാനങ്ങൾ എടുക്കേണ്ടത് നിങ്ങളാണ്. ക്ഷമിക്കുവാൻ തീരുമാനിക്കേണ്ടത് നിങ്ങളാണ്. സമാധാനം അനുഭവിക്കുവാൻ തീരുമാനിക്കേണ്ടത് നിങ്ങളാണ്. നിങ്ങളുടെ മനസ്സിനെ കലക്കരുത് എന്ന് യേശുക്രിസ്തു പറയുന്നു. സകല ബുദ്ധിയും കവിയുന്ന ദൈവസമാധാനം നിങ്ങൾക്ക് തരാൻ യേശു ആഗ്രഹിക്കുന്നു. യേശു പറഞ്ഞ ഒരു കാര്യമാണ്, ഞാൻ പോകുന്നു, ഞാൻ പോയാൽ എൻ്റെ സമാധാനം, പോകുന്നതിന് മുമ്പായി എൻ്റെ സമാധാനം നിങ്ങൾക്ക് തരുന്നുവെന്ന് യേശു തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു. ദൈവരാജ്യം നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷമാണ്. അതുകൊണ്ട് നിങ്ങൾ യേശുവിനെ ഉള്ളിലേക്ക് സ്വീകരിക്കുമ്പോൾ ദൈവരാജ്യത്തിൻ്റെ സമാധാനമാണ് നിങ്ങൾ സ്വീകരിക്കുന്നത്. ദൈവരാജ്യത്തിൻ്റെ സന്തോഷമാണ് സ്വീകരിക്കുന്നത്. ദൈവരാജ്യത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ക്രിസ്തു മൂലൂടെ നിങ്ങൾക്ക് കരഗതമാവുകയാണ്. യേശുവിനെ സ്വീകരിക്കുമ്പോൾ നിങ്ങൾ അനുഗ്രഹമാണ് സ്വീകരിക്കുന്നത്. നിങ്ങളുടെ ശാപം നീങ്ങുകയാണ്, നിങ്ങളുടെ രോഗം നീങ്ങുകയാണ്, നിങ്ങളുടെ പാപം നീങ്ങുകയാണ്, നിങ്ങൾ മരണം നീങ്ങുകയാണ്, നിത്യജീവന് നിങ്ങൾ അവകാശിയാവുകയാണ്. സ്വർഗത്തിൽ ജീവൻ്റെ പുസ്തകത്തിൽ നിങ്ങളുടെ പേര് എഴുതപ്പെടുകയാണ്. നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. നിങ്ങളാണ് ശരിയായ കാര്യം തിരഞ്ഞെടുക്കേണ്ടത്. നിങ്ങളാണ് യേശുവിനെ തിരഞ്ഞെടുക്കേണ്ടത്. കാരണം നന്മ തിരഞ്ഞെടുക്കുന്നതും തള്ളിക്കളയുന്നതും നിങ്ങളാണ്. അതനുസരിച്ചാണ് നിങ്ങളുടെ ജീവിതം ഇരിക്കുന്നത്.
നിത്യമായ കാര്യങ്ങളിൽ ദൈവത്തെ തിരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ തീരുമാനിക്കുന്നത് പോലെ തന്നെ നിങ്ങളുടെ ആഹാര കാര്യത്തിൽ ശരിയായ ആഹാരം കഴിക്കുന്നത് തീരുമാനിക്കുന്നത് നിങ്ങളാണ്. നിങ്ങളുടെ ഫിസിക്കലായിട്ട് എക്സർസൈസ് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് നിങ്ങളാണ്. നിങ്ങൾ തീരുമാനിച്ചാൽ അതിന് ഗുണമുണ്ടാകും, തീരുമാനിച്ചില്ലെങ്കിൽ അതിൻ്റെ ദോഷമുണ്ടാകും. അതിനൊന്നും മറ്റാരെയും ദൈവത്തെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് പുരോഗമിക്കാൻ സാധിക്കും. ദൈവം നിങ്ങളുടെ അവസ്ഥ, ഇന്നത്തെ അവസ്ഥ ഏതു തന്നെ ആയാലും പുതിയൊരു ജീവിതം നിങ്ങൾക്ക് തരുവാൻ കഴിയും. ദൈവം ആഗ്രഹിക്കുന്നു. ദൈവത്തിന് നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. നിങ്ങളുടെ തെറ്റായ തീരുമാനങ്ങൾ മൂലം അത് തകർത്ത് കളഞ്ഞെങ്കിലും അതിനെ തിരികെ പുതുക്കി പണിയുവാൻ, പുതിയ ജീവിതം, ദൈവത്തിൻ്റെ ഒറിജിനൽ പ്ലാനിലേക്ക് നിങ്ങളെ കൊണ്ടുവരുവാൻ ക്രിസ്തു ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ക്രിസ്തുവിന് നിങ്ങളുടെ ജീവിതത്തെ ഏൽപ്പിച്ചു കൊടുത്താൽ നിങ്ങൾ പുതിയൊരു ജീവിതത്തിലേക്ക് പ്രവേശിക്കും. ദൈവം ഒറിജിനലായിട്ട് ആഗ്രഹിച്ച, പ്ലാൻ ചെയ്ത ആ ഒരു അനുഗ്രഹ സമ്പൂർണ്ണമായ ജീവിതത്തിലേക്ക് നിങ്ങൾക്ക് പ്രവേശിക്കാൻ കഴിയുന്നു. യേശു നിങ്ങളെ സ്നേഹിക്കുന്നു. ഗോഡ് ബ്ലെസ് യു. നിങ്ങൾക്ക് ഒരു നല്ല ഭാവി ഉണ്ടാകട്ടെ.